അതിരാണിപ്പാടം വഴി തസ്രാക്കിലേക്ക്. വാസുദേവ ഭട്ടതിരി. എഴുത്തുകാരുടെ ഭാവനയ്ക്ക് മാത്രമായി പറന്നിറങ്ങാൻ കഴിഞ്ഞ സാഹിത്യലോകത്തെ വേറിട്ട ഭൂമികളിലൊന്ന് കണ്ടുവന്നാലോ? ഭാവനയുടെ ചിറകിൽ പറന്നുയർന്ന പുഷ്പക വിമാനം. സഞ്ചാരിയുടെ ഇഷ്ടാനുസരണം ഏത് ദിക്കിലേക്കും പറന്നു ചെല്ലാൻ കഴിയുമായിരുന്നെങ്കിൽ ചില എഴുത്തുകാരുടെ ഭാവനയ്ക്ക് മാത്രമായി പറന്നിറങ്ങാൻ കഴിഞ്ഞ സാഹിത്യലോകത്തെ വേറിട്ട ഭൂമികകൾ ഒന്ന് കണ്ടുവന്നാലോ? മലയാളത്തിലെ സഞ്ചാര സാഹിത്യത്തിലേക്ക് ആദ്യമായി വഴിവെട്ടിയ എസ്.കെ. പൊറ്റക്കാട് എഴുത്തിൻ്റെ മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞപ്പോഴാണ് അതിരാണിപ്പാടം എന്ന പ്രദേശത്തേക്ക് എത്തിയത്. മലയാളത്തെ ഒരിക്കൽ കൂടി ജ്ഞാനപീഠത്തിലേക്ക് ഉയർത്തിയ ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് പശ്ചാത്തലമൊരുക്കിയ സാങ്കല്പിക ദേശം. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലിൻ്റെ രചയിതാവെന്ന പദവിക്ക് അവകാശിയായ വിലാസിനി ഊഞ്ഞാൽ എന്ന നോവലിന് പശ്ചാത്തലമായി കണ്ടെത്തിയത് ചൂളുക്കര എന്ന ചെറിയ സാങ്കല്പ ഗ്രാമം. രണ്ടു കൃതികളുമായും ബന്ധപ്പെട്ട സാമ്യം സ്ഥലസങ്കല്പത്തിൻ്റെ അതിരുകൾക്കപ്പുറത്തേക്ക് നീളുന്നതാണെന്നത് മറ്റൊരു കൗതുകം. കഥാനായകനായ ശ്രീധരൻ ദീർഘമായ വിദേശവാസത്തിന് ശേഷമാണ് അതിരാണിപ്പാടത്ത് മടങ്ങിയെത്തിയതെങ്കിൽ വിജയൻ്റെ ചൂളക്കരയിലേക്കുള്ള വരവ് നീണ്ട പ്രവാസ കാലത്തിന് ശേഷം.